സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി CPM സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കമ്മിറ്റിയിൽ എന്തെല്ലാം ചർച്ചകളും നടപടികളുമാണ് ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധികൾ CPMന് നേരിടേണ്ടി വന്നിരുന്നു. EP ജയരാജന്റെ പുറത്താക്കൽ നടപടി മുതൽ ഒരു ശുദ്ധികലശത്തിന് ഒരുങ്ങുകയാണ് CPM. സംഘടനയുടെയും സർക്കാരിന്റെയും വീഴ്ചകൾ ഇടയ്ക്കിടെ പരിശോധിക്കുന്ന CPM സമ്മേളനത്തിൽ 35,000-ഓളം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ആദ്യം നടക്കുന്നത്. പിന്നാലെ 2000-ൽ അധികം ലോക്കൽ സമ്മേളനങ്ങളും. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ ഇത് രണ്ടും പൂർത്തിയാകും. നവംബറിൽ ഏരിയ സമ്മേളനങ്ങൾ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങൾ, ഫെബ്രുവരിയിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനവും ഏപ്രിലിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും നടക്കും. വിമർശനവും സ്വയം വിമർശനവുമാണ് CPMന്റെ സംഘടനാ രീതി. വിമർശനങ്ങളുടെ കുത്തൊഴുക്ക് ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിക്കാൻ അംഗങ്ങൾക്ക് മുന്നിൽ കാരണങ്ങൾ നിരവധിയുണ്ട്. കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനം മുതൽ ഇതുവരെയുള്ള വിഷയങ്ങൾ ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ ചർച്ചയാകും. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നുവരുന്ന മാസപ്പടി വിവാദം, മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ, EP ജയരാജനെതിരായ നടപടി, ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, കാഫിർ പോസ്റ്റ് വിവാദം തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ CPM സമ്മേളനത്തിൽ കത്തിപ്പടരും. ബ്രാഞ്ചിലെയും ലോക്കലിലെയും വിമർശനങ്ങൾക്ക് പ്രാദേശിക നേതാക്കൾ മറുപടി പറയുമ്പോൾ ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾ മറുപടി പറയാനെത്തും. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുത്തുമോ എന്ന് സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ അറിയാം. മറ്റു നീക്കങ്ങളൊന്നും തന്നെ നടന്നില്ല എങ്കിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നേക്കും. ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി വരാനാണ് നിലവിലെ സാധ്യത. പാർട്ടി തിരുത്തി തുടങ്ങുന്നു എന്നതിന് ഏറ്റവും വലിയ സൂചനയാണ് EPയുടെ പുറത്താക്കൽ. BJP നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാവിനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് തുടരാൻ അനുവദിക്കുന്നത് രാഷ്ട്രീയമായും ഗുണകരമല്ല എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നടപടി സ്വീകരിച്ചത്. മാത്രമല്ല, MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമുള്ള EPയുടെ നീക്കങ്ങൾ പാർട്ടിക്ക് ഗുണകരമായ രീതിയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ EP ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പാർട്ടിയുടെ സംരക്ഷണം ലഭിച്ചിരുന്നില്ല എന്നൊരു തോന്നലും ആശങ്കയും നിരാശയുമെല്ലാം തന്നെ EP ജയരാജനിൽ പ്രകടമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാർട്ടി മനഃപൂർവ്വം EP ജയരാജനെ ഒതുക്കിയതാണ് എന്ന ആക്ഷേപവുമായി മുന്നോട്ട് വന്നത്. EP ജയരാജന് വേണ്ടത്ര സംരക്ഷണം നൽകാൻ പാർട്ടി തയ്യാറായില്ല എന്നും EP ജയരാജന് എതിരായി എടുത്ത നടപടികളെല്ലാം അത് പാർട്ടിക്ക് തക്കം പാത്തിരുന്ന് ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തിയതാണെന്നും വിമർശനമുയർന്നിരുന്നു. മാത്രമല്ല, BJP നേതാവിനെ കണ്ടു എന്നത് മാത്രമല്ല CPMന്റെ മുന്നിലുദിച്ച പ്രശ്നമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിന് ശേഷം മറ്റ് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെയാണ് CPMന്റെ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നത്. ഈ സാഹചര്യത്തിൽ CPMന്റെ എല്ലാ പോരായ്മകളും ചർച്ച ചെയ്യപ്പെടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാരിനെതിരെ വിമർശനങ്ങൾ നിരവധിയാണ്. മുകേഷിന്റെ നിയമസഭാ സീറ്റ് സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. LDFിലെ എല്ലാ ഘടക കക്ഷികളും എതിർത്തിട്ടും CPMലെ കൊല്ലം കമ്മിറ്റിയിൽ നിന്ന് പോലും വിമർശനങ്ങൾ അത്രയേറെ രൂക്ഷമായിട്ടും മുകേഷിന് സംരക്ഷണമൊരുക്കുന്ന തരത്തിലുള്ള സർക്കാരിന്റെ നീക്കവും പല തരത്തിലുള്ള വിമർശനത്തിലേക്ക് വഴിതെളിച്ചിരുന്നു. അതുകൊണ്ട് CPMന്റെ അഥവാ സർക്കാരിന്റെ പ്രതിച്ഛായ കെടുത്തിയ ഈ സന്ദർഭത്തെയും വിലയിരുത്തും. നടപടിക്രമങ്ങൾ ഉണ്ടാകാനും സാധ്യത ഏറെയാണ്.